ദൈവപരിപാലന ഭവനിലെ സാന്ത്വന സ്പർശത്താൽ മാറ്റം സംഭവിച്ചവർ. അങ്ങനെ 1978 ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് 2 മുറികൾ മാത്രമുള്ള ഒരു വാടക വീട്ടിൽ നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്തതും സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തതുമായ ഒരു രോഗിയെ സ്വീകരിച്ചുകൊണ്ട് ആതുരാലയത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ ഞാനും ആ രോഗിയും കൂടെ ആ കൊച്ചു വീട്ടിൽ താമസമാക്കി. 2-3 ദിവസം ഭക്ഷണമൊന്നും പാകം ചെയ്തില്ല. 3-ാം ദിവസം 1/2 കിലോ അരി വാങ്ങി ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആദ്യം ഒരു അലൂമിനിയം കലം വാങ്ങി അതിനകത്ത് കാപ്പി അനത്തി കഞ്ഞി ഉണ്ടാക്കി, അതിനകത്ത് തന്നെ കറിയും ഉണ്ടാക്കി. ആദ്യത്തെ ദിവസം ആ വീട് അടിച്ചു തൂത്തുവാരി ഞങ്ങൾ കിടക്കുമ്പോൾ വെളുപ്പിനെ 3 മണി സമയം, 5 മണിക്ക് ഉണരാൻ സമയം എങ്ങനെ അറിയുമെന്ന് ആലോചിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കൃത്യം 5 മണിക്ക് വാതിൽക്കൽ ശക്തമായ മുട്ട് കേട്ടു. ആരെന്നറിയാൻ നോക്കി, ആരെയും കണ്ടില്ല. അന്നു മുതൽ ഇന്നു വരെ ദൈവപരിപാലനയുടെ അത്ഭുതങ്ങളാണ് ഞങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ആദ്യ രാത്രി ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു മണ്ണെണ്ണ വിളക്ക് തന്ന് ഞങ്ങളെ സഹായിച്ചു. ഒരു ദിവസം കറിയൊന്നുമില്ലായിരുന്നു, ചോറ് മാത്രം പാകപ്പെടുത്തി. കുട്ടികൾ പള്ളിയിലെ തിരുനാളിന് അൾത്താരെ അലങ്കരിക്കാനെല്ലാം പോയിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ 1 മണിക്ക് വന്നപ്പോൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് 4-5 കൂട്ടം കറി മാത്രം കൊടുത്തു വിട്ടിരിക്കുന്നു. ഒരു ദിവസം എൻ്റെ കൂടെയുള്ള പെൺകുട്ടികൾ പറഞ്ഞു, സിസ്റ്ററെ നാളേക്ക് ഒരു തരി വിറകില്ല. രാത്രി 9:30 മണിക്കാണ് എന്നോട് പറയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. നേരം വെളുത്തപ്പോൾ ഒരു സ്ത്രീ ഒരു വലിയ കെട്ട് ചുള്ളിക്കമ്പ് കൊണ്ടുവന്ന് കെട്ടി ഞങ്ങളുടെ നടക്കലിൽ വെച്ചിട്ട് പോയി. ഞങ്ങളുടെ ആദ്യത്തെ ഭവനത്തിൽ ഞങ്ങൾ 9 പേരായി കഴിഞ്ഞപ്പോൾ ഒരു പാവിരിക്കാൻ പോലും സ്ഥലമില്ലാതായപ്പോൾ കുറച്ചുകൂടി വലിയ വീട് വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു. അവിടെ രോഗികളും കുട്ടികളും അടക്കം 28 പേരായി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും താമസിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഇനി എവിടെ പോകുമെന്ന് കരുതിയിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് 1 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ദാനമായി ലഭിച്ചു. ആളുകൾ കൂടുന്നതനുസരിച്ച്, ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പരിപാലനയും വർദ്ധിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. 2 ചെറുപ്പക്കാർ വന്നിട്ട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്കിവിടെ കമ്പിയാണോ സിമെൻ്റാണോ വേണ്ടത്? അതുവരെ കോട്ട കമ്പിയും സിമെൻറ്റും ഉപയോഗിച്ച് കെട്ടിടം പണിതുകൊണ്ടിരുന്നുകൊണ്ടും ഇവരെന്നെ കൊണ്ട് ബ്ലാക്കിൽ എടുപ്പിക്കാനുള്ള പണിയായിരിക്കും എന്ന് കരുതി ഞാൻ പറഞ്ഞു, എനിക്ക് കമ്പിയും വേണ്ട സിമെൻറ്റും വേണ്ട. അപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരൻ വളരെ അടക്കത്തിൽ പറഞ്ഞു, സിസ്റ്ററെ വെറുതെ തരാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കമ്പിയും വേണം സിമെൻറ്റും വേണം. ഒരു മുറി കൂട്ടിയെടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പള്ളിക്കുന്നേലച്ചൻ ഒരു 22 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഇവിടെ വാങ്ങി തന്നു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരന് വെളിയിൽ ജോലി കിട്ടി. അവൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സിസ്റ്ററെ ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് ഇനി എന്ന് വരുമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ വീട് പണിയാനുള്ള ഉരുപ്പിടികളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കേടുവന്നു പോകും. കുറേയേറെ സിമെൻറ്റ് ഇഷ്ടിക പിടിച്ചതും പലകയും എല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ഞാനിഞ്ഞ് കൊണ്ടുവന്ന് തന്നാൽ സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളുടെ മാനസിക രോഗികളുടെ ആദ്യത്തെ കെട്ടിടം പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ദൈവപരിപാലന അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. അവന് വിജയത്തിൻ്റെ കഥ മാത്രമേ പറയാനുണ്ടാവൂ. ഞാൻ ഈ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്നത് 1979-ലാണ്.
വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു വാടക വീട്ടിലാണ് എൻ്റെ സന്യാസ ജീവിതം ആരംഭിച്ചത്. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സന്യാസിനിയാകണമെന്ന ആഗ്രഹം എനിക്ക് ചെറുപ്പകാലത്തിലുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മദറിലൂടെ ഈ ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ സന്യാസ സമൂഹത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ഇടയായത് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട പ്രത്യേകത, മദറിൽ കണ്ട പ്രത്യേകത, ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള അചഞ്ചലമായ വിശ്വാസം. പലപ്പോഴും മദർ ഞങ്ങളെ പല കാര്യങ്ങൾക്ക് പറഞ്ഞേക്കും. അപ്പോൾ എവിടെ പോയാലും മദർ പറയും, കയ്യിൽ പണമില്ലെങ്കിൽ സാരമില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക, ദൈവം തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. സ്ഥിരമായ വരുമാന മാർഗങ്ങളൊന്നും ഈ സമൂഹത്തിനില്ല, എങ്കിലും ദൈവം നിരവധി ഉപകാരികളിലൂടെ അത്ഭുതകരമായി എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുന്നു. ദൈവപരിപാലന അനുഭവിച്ചറിയാൻ ഇവിടെ എത്തുക. ഈ ചെറിയ ദാസികൾ ദൈവപരിപാലനയുടെ ആഴം നമുക്ക് കാട്ടിത്തരും. 2001 ഞാനിവിടെ ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് ചാർജ് എടുക്കുന്നത്. ഒരു 6 years എവറി മന്ത് ഞാനിവിടെ വന്നൊരു 2-3 days ഈ ഓർഗനൈസേഷനുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട്. ഞങ്ങളുടെ ലൈൻ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇൻകം ടാക്സ്, ഓഡിറ്റിങ്, അക്കൗണ്ട്സ് ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് എനിക്കൊരു ഒരു ഒരു റിലാക്സേഷൻ, അല്ലെങ്കിൽ എനിക്ക് എല്ലാ മാസവും വരുന്നുണ്ട്, അടുത്ത മാസത്തേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അനുഭവം, ഒരു ടോണിക് എനിക്ക് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ലിറ്റിയമ്മ, മദർ എന്ന വാക്കിൻ്റെ എല്ലാ തലത്തിലും എല്ലാ അർത്ഥത്തിലും മദർ തന്നെയാണ്. ഒരു ലീവിങ് സെയിൻ്റ് എന്ന് എനിക്ക് ഒരു സംശയം കൂടാതെ പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. വേറെ ആരും കടന്നു എത്താൻ പറ്റാത്ത പല ആക്ടിവിറ്റീസും പല അസോസിയേഷൻസും കണ്ടിട്ടുണ്ട്. പക്ഷേ പലരും മടിക്കുന്ന ഒരു മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടന്ന് ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ഇതുപോലെ ഒരു സേവന ശൃംഖല വളർത്തിയെടുക്കാൻ ലിറ്റിയമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ, ആ വ്യക്തിത്വത്തിന് മാത്രമേ സാധിക്കൂ. അപ്പനും അമ്മയും എല്ലാം ഈ ചെറിയ ദാസികൾ തന്നെ. തങ്ങളുടെ മുത്തുകൾ ഒരു നേരം പോലും വിശക്കരുത് എന്ന കരുതലുകൾ. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആരും പുറത്ത് സ്കൂളിലോ ആശുപത്രിയിലോ കോളേജിലോ ഒന്നും ജോലിക്ക് പോകുന്നില്ല. അന്ന് 1978 ഒരു രോഗിയെയും കൊണ്ട് ഞങ്ങൾ ആരംഭിച്ചെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിപാലനയിൽ ഏതാണ്ട് 900-ൽ പരം ആളുകൾ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. ഇന്ന് 119 സിസ്റ്റേഴ്സും 31 കാൻഡിഡേറ്റ്സും കേരളത്തിനകത്തും പുറത്തുമായിട്ട് 13 ഭവനങ്ങളുമുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലന ഇന്നും ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുന്നു. ഏകദേശം 22 വർഷമായിട്ട് ഈ സ്ഥാപനവുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കഴിഞ്ഞ 22 വർഷക്കാലത്തെ അനുഭവം ദൈവപരിപാലനയുടെ വലിയ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ്. ഇവിടെ വരുന്നവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. നാനാജാതി മതസ്ഥരായവർ, വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവർ ഇവിടെ അനുദിനം എന്നോണം വരുന്നുണ്ട്. ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവരൊക്കെയും ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ പതിയുന്നത് ദൈവപരിപാലനയുടെ ആഴമാണ്. ഇവിടുത്തെ മദറിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ആർക്കും ചിന്തിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു എടുത്തിയാട്ടമാണ് മദർ നടത്തുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവർ ചേട്ടനും അനിയനുമാ. ചേട്ടൻ അന്തോനി, അനുജൻ സെയിൻസ് അടിമ അല്ലേ? നിന്റെ പേര് പറയാവോ നിനക്ക്? ഇവർ തിരുവനന്തപുരംകാരാ. അമ്മ മീൻ വിറ്റിട്ട് അങ്ങനെ ഇവരെയൊക്കെ പോറ്റുന്നത്. അമ്മ അല്ലേ?
മീൻ വിറ്റിട്ട്. ഇവരുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു കൊച്ചു മുറി മണലിൽ ഒരു കയറ്റുപാ വിരിച്ചിട്ട് അതിൽ ഇവർ കിടത്തിയിരിക്കുന്നത്. കെട്ടിയിട്ടിരിക്കുക. ഇവർ രണ്ടുപേരും ഗുസ്തി. അത് കാരണം പരസ്പരം ചവിട്ടും. അത് കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അമ്മ വീട്ടിൽ വന്നത്? ഉണ്ടോ എന്തോനി? ഞാൻ വന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ? അപ്പം നിങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് വന്നു അല്ലേ? ആ, ഇവിടെ സുഖമാണോ? ആ, മണിക്കുട്ടാ സുഖമാണോ? നല്ല പാട്ട് പാടാവോ? പാട്ടൊക്കെ മറന്നോ? നിന്നോട് കൂറുവായിരുന്നു നിന്നിൽ വായിരുന്നു ആകാശത്തിനു തെരഞ്ഞി താഴെ ഭൂമി തെരഞ്ഞി കരുന്നാല് ചെയ്യതുപോലെ എന്നുണ്ടേ കുരുന്നു ഇന്നുണ്ട് മാസന്റെ തുന്നലിൽ എന്നും വിശ്വന്റെ കൂടെ വായും. ഈ ബുദ്ധിമാന്ദ്യം ഭവിച്ച കുട്ടികൾക്കും തളർന്നു കിടക്കുന്ന കുട്ടികൾക്കും അപസ്മാര രോഗികൾക്കും അങ്ങനെയൊക്കെയുള്ള ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്ന കാലം മുതൽ ഞാൻ ഈ മല്ലപ്പള്ളി, തിരുവല്ല, ചങ്ങനാശ്ശേരി അതിലൂടെയൊക്കെ നടക്കുമ്പോൾ ധാരാളം മാനസിക രോഗികളെ കാണാറുണ്ട്. തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നവർ തലമുടിയും താടിയെല്ലാം അങ്ങ് പിരിച്ചിട്ട് നഖമെല്ലാം നീണ്ട് മുഷിഞ്ഞ് കീറിയ വസ്ത്രങ്ങൾ, ചിലപ്പോൾ 8 ഷർട്ട് 6 ബനിയനൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഇവരെയൊക്കെ ഒന്ന് എടുത്ത് സംരക്ഷിക്കാൻ എന്താ വഴി? ഇവരെല്ലാം ഒന്ന് കുളിപ്പിച്ച് മുടിയെല്ലാം വെട്ടി അവർക്ക് ഒരു ശുശ്രൂഷ ചെയ്തു കൊടുക്കണം, അവരെ സംരക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള യാതൊരു തരത്തിലുള്ള സാഹചര്യവും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനിതെല്ലാം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാരെ എടുക്കാനുള്ള ഒരു സാഹചര്യവും ഒന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വെങ്കോട്ട ഭാഗത്ത് നിന്ന് തിരുവനന്തപുരംകാരൻ ഒരു പോറ്റി, ജയചന്ദ്രൻ പോറ്റിയെ, അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരും അയൽപക്കത്തുള്ളവരും കൂടെ ആ മനുഷ്യനെ കൊണ്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കൈയും കാലും ഒക്കെ തല്ലി ഓടിച്ച് അവരെ കൊണ്ടുവന്ന് ഈ മഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയിട്ടിട്ട് പറഞ്ഞു, സിസ്റ്റേഴ്സാണ് നന്മ ചെയ്യുന്നത്, അവർക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിട്ട് പോയി. ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഇത് ഓട്ടോറിക്ഷക്കാർ സമ്മാനിച്ചതല്ല കേട്ടോ, ദൈവം സമ്മാനിച്ച രോഗിയാണ്, നമുക്കതിനെ എടുത്ത് സംരക്ഷിക്കാം. പണ്ടൊരു നാളൊരു സമരിയൻ ജെറുസലേമിൻ വീതിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു തൻ കുലശത്രുവിനെ. പണ്ടൊരു നാളൊരു സമരിയൻ ജെറുസലേമിൻ വീതിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു തൻ കുലശത്രുവിനെ. നിലവിളി കേട്ടവനണഞ്ഞപ്പോൾ നിറമിഴിയോടെ കനിവേകി കരുണയോടയവൻ മുറിവുകൾ കഴുകി തുടച്ചു വിനയനായി നല്ല സമരിയനെ പോലെ ജീവിക്കാം. ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നല്ല സമരിയനെ പോലെ ജീവിക്കാം. ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. ഇത് സുനീഷ്. വീട്ടിലെ പ്രത്യേക സാഹചര്യവും ശരീരത്തിന്റെ പ്രത്യേകതകളും കൊണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ ദൈവപരിപാലന ഭവനിലെ അംഗമായി. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഉയരുവാനോ വളരുവാനോ ഒന്നും സാധിക്കുകയില്ലായിരുന്നു. ഇന്ന് പല വേദികളിലും ഈശോയെ പാടി മുഖത്തപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ലിറ്റിയമ്മയെപ്പറ്റിയും ചേച്ചിമാരെ പറ്റിയും ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷവും അതിലേറെ നന്ദിയുമുണ്ട്. ലിറ്റിയമ്മ എന്നും എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ്. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ലിറ്റിയമ്മ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും സമയം കണ്ടെത്താറുണ്ട്. എത്ര കണ്ട് നന്മ ആഗ്രഹിച്ചാലും അത്ര കണ്ട് കുരിശുകളുടെ എണ്ണവും കൂടുന്നു. പരിഭവങ്ങളില്ല, പരാതികളില്ല.
എല്ലാം നിനക്കു വേണ്ടി, എല്ലാം കുരിശിലെ ഈശോയ്ക്കു വേണ്ടി. ഞാൻ വളരെ നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ കോൺവെൻറ്റിൽ നിന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ആളുകൾ പറഞ്ഞുണ്ടാക്കി ആ കന്യാസ്ത്രീ പോയി കല്യാണം കഴിച്ചു എന്ന്. ഞാൻ കുന്നന്താനത്ത് വന്നപ്പോൾ ചില ചേട്ടന്മാർ പറഞ്ഞു, ആ സിസ്റ്റർ ഒരു കൊച്ചിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പ്രഗത്ഭനായ ഒരു വ്യക്തി എനിക്കിട്ടിരിക്കുന്ന പേര് ഫുലൻ ദേവി. കൊള്ളക്കാരുടെ നേതാവ്, ചമ്പൽക്കാട് അടക്കി ഭരിച്ചിരുന്ന ചമ്പൽ റാണി, 2 സംസ്ഥാനങ്ങളുടെ പേടി സ്വപ്നം. ഈ പേര് കിട്ടുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാനൊരു പാവപ്പെട്ട സിസ്റ്ററാണ്. പക്ഷേ ഈ പേര് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ അത്ര മോശക്കാരിയൊന്നും അല്ലല്ലോ, എന്നെ കൊള്ളാമെന്നൊക്കെ എനിക്കൊരു തോന്നൽ. എംഎക്കാരി യുക്തിവാദിയായ ഒരു പെൺകുട്ടി ധ്യാനത്തിന് കടന്നു വന്നു. അവൾ പറഞ്ഞു, എനിക്ക് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കണ്ടുകൂടാ, ഞാൻ എല്ലാ ദിവസവും ചാപ്പലിൽ ചെന്ന് നോക്കും ഇന്ന് എത്ര ചെറുത്താന്മാർ വന്നിട്ടുണ്ടെന്ന്. അവൾ എനിക്കിട്ടിരിക്കുന്ന പേര് ലൂസിഫർ. ധ്യാനം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോൾ എല്ലാറ്റിനെയും കണ്ടാൽ തന്നെ മാലാഖമാരെ പോലെ ഇരിക്കുന്നെന്ന്. 5 ദിവസം കൊണ്ട് ചെറുത്താന്മാരെല്ലാം മാലാഖമാരായെങ്കിൽ ഞാൻ ഓർത്തു ഈ ധ്യാന പരിപാടി അത്ര മോശമല്ലല്ലോ എന്ന്. നിത്യമായ അംഗീകാരത്തിലേക്കുള്ള യാത്ര. മനുഷ്യൻ നൽകുന്ന അംഗീകാരങ്ങൾക്കു നേരെ ഇവർ പുറംതിരിയുന്നു. ഒന്നു മാത്രം മതി, കുരിശിലെ നിന്റെ അംഗീകാരം. 2005 HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ചൈൽഡ് വെൽഫെയർ നാഷണൽ അവാർഡ് ലഭിച്ചപ്പോൾ പലരും ഏതാണ്ട് 1 വർഷത്തോളം അനുമോദനങ്ങളുമായിട്ട് വന്നു. പഞ്ചായത്തുകാർ, നാട്ടുകാർ, പള്ളിക്കാർ, ക്ലബ്ബുകാർ, വീട്ടുകാർ എല്ലാം. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനും വലിയ അഭിമാനമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഈ കിട്ടിയ അവാർഡിനെ ചുറ്റിപ്പറ്റി നിൽക്കാതെ അടുത്ത അവാർഡ് കിട്ടാൻ ഇനി പരിശ്രമിക്കുകയല്ലേ വേണ്ടതെന്ന്. പലരും തെറ്റിദ്ധരിച്ചു ഇനി അടുത്ത അവാർഡ് ഇവിടെ കിട്ടുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് നിത്യമായ അവാർഡ് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ്. ജീവിതത്തിന്റെ മൂല്യത്തെ തിരിച്ചറിയാൻ ഇവിടെ എത്തുക. ദൈവപരിപാലന തൊട്ടനുഭവിക്കുവാൻ ഇവിടെ എത്തുക. ദൈവത്തിൻ്റെ സ്നേഹത്തിനും പരിപാലനയ്ക്കും അതിരുകളോ പരിധികളോ ഇല്ല. ഞങ്ങളുടെ ഭവനത്തിനും ഗേറ്റുകളും മതിലുകളുമില്ല. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ചാഞ്ചാ